അപ്പോൾ എല്ലാവർക്കും ജാനകീസ് ട്രാവൽ വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഗോവൻ വീഡിയോയുടെ തുടർച്ചയായിട്ടുള്ള ഭാഗങ്ങളാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വാഗത്തൂർ ബീച്ചാണ്. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഒപ്പം കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ വാഗത്തൂർ ബീച്ചിലെത്തി. നമ്മൾ വാഗത്തൂർ ബീച്ച് എത്തിക്കഴിഞ്ഞു ഗൈസ്. നൂബി കൊച്ചിനെ കൊണ്ട് ഇവിടെ കിടക്കാം കേട്ടോ. അപ്പോൾ ഗൈസ് എല്ലാവരും ലുക്കൊക്കെ നോക്കാം. അപ്പോൾ ഇവിടെ കണ്ടോ ഗൈസ്, ഇങ്ങനെ നമുക്കിങ്ങനെ ഇനി നോക്കട്ടെ തിരിഞ്ഞ്. ഒരു വിദേശി ഞങ്ങളെ കൂടെ വന്നു, ഒരു ഫോറിനർ ബീച്ച് കാണിക്കാൻ കൊണ്ടുവന്നതാണ് ഗൈസ്. ഇവിടുത്തെ മണ്ണ് കണ്ടോ, ഭയങ്കര രസമുള്ള മണ്ണാണ് കേട്ടോ. അടിപൊളി കേട്ടോ, ഭയങ്കര വൈബാ. ആ പാറക്കല്ലിൻ്റെ മണ്ടയിലൊക്കെ ആൾക്കാർ നിൽക്കുന്നുണ്ടോ ഗൈസ്. അപ്പം ഇത് വാഗത്തൂർ ബീച്ചാണ്. ഓക്കെ, ഇതാണ് ഇവിടുത്തെ ഒരു വൈബ്, നല്ല അടിപൊളി. വെള്ളം നോക്കണമെങ്കിൽ അതല്ല നമുക്ക് കണ്ണട. നമ്മൾ അങ്ങനെ എത്തി നിൽക്കുന്നത് വാഗത്തൂർ ബീച്ചാണ്. വാഗത്തൂർ ബീച്ചിൽ അടിച്ചു കൊടുക്കുന്ന ജാനു. ഗൈസ്, ഇവിടെ ഞങ്ങളെ പൊന്നൂസതാ ഇവിടെ വെള്ളത്തിൽ കിടക്കുന്നുണ്ടോ. നല്ല വൈഡായിട്ടുള്ളൊരു ബീച്ചാണ്, നല്ല ദൂരത്തിലുണ്ട് ഈ ബീച്ച് കാണാനായിട്ട്. ഇവിടെ കുറേ ബോട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇപ്പോൾ സൺസെറ്റിൻ്റെ സമയമാണ്, ഭയങ്കര ഭംഗിയാണ്. പൊന്നൂസാണ് പൊന്നൂസ്. അപ്പോൾ നമുക്കിനി സൺസെറ്റ് ആവാറായിട്ടുണ്ട്. പിന്നേക്ക് ഈ ബീച്ചിൻ്റെ ഭംഗിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കൂടി വന്നിരിക്കുകയാണ്. ആ കല്ലിൻ്റെ മുകളിലൊക്കെ ആൾക്കാർ ഫോട്ടോസൊക്കെ എടുക്കാൻ നിൽക്കുന്നുണ്ട്, അതിനൊക്കെ ഭയങ്കര സൗകര്യമുണ്ട്. പിന്നെ വെച്ച് വൈഡ്, നമ്മുടെ നാട്ടിലൊന്നും കാണുന്ന നടക്കുന്ന ബീച്ചല്ല, ഭയങ്കര വൈഡാണ്, ബീച്ചാണ്. ഇവിടെയൊക്കെ ആണെങ്കിൽ രാത്രിയിലെ വൈബിന് വേണ്ടിയിട്ട് എല്ലാ സെറ്റിങ്സും നടന്നുകൊണ്ടിരിക്കുക, ലൈറ്റിങ്ങും കാര്യങ്ങളും. രാത്രി ആകുമ്പോഴത്തേക്ക് ഇവിടുത്തെ ബീച്ച് ഉണരും, ബീച്ചിനോടൊപ്പം ആൾക്കാരോടൊപ്പം തന്നെ ബീച്ച് ഉണരുന്നതായിരിക്കും. അപ്പോൾ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഞങ്ങളവിടെ നിന്ന സമയത്ത് ഒരാൾ 2 പട്ടികളെയും കൊണ്ട് അവിടെ വന്നിരുന്നു. അത് ഹസ്കി ഇനത്തിൽപ്പെട്ട പട്ടിയായിരുന്നു. നമ്മളുമായിട്ട് ഭയങ്കരമായിട്ട് ഇണങ്ങിച്ചേരുന്ന ഒരു ഇനം പട്ടികൾ ആയിരുന്നു. അതിൻ്റെ ഭംഗി കണ്ടിട്ട് ഞങ്ങളെല്ലാവരും അതിൻ്റെ അടുത്ത് പോവുകയും അതിനെ പിടിച്ച് കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയൊക്കെ ചെയ്ത് പുള്ളി ഞങ്ങൾ തരുന്നതിന് ഒരു ബുദ്ധിമുട്ടും കാണിച്ചില്ല. ഭയങ്കര ക്യൂട്ടായിട്ടൊരു പട്ടിയായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ അതിനെ ഉപ്പുവെള്ളം കൊടുക്കാൻ പാടില്ല എന്ന് മാത്രം റെസ്ട്രിക്ഷനാണ് പുള്ളി പറഞ്ഞത്. നമ്മളോടൊപ്പം നിൽക്കും, നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ടും ഒക്കെ. അങ്ങനെ കുറച്ച് സമയം ഞങ്ങൾ അതിനോടൊപ്പം സ്പെൻഡ് ചെയ്തു. അനു വെള്ളത്തിൽ പോകരുത്, അനു വെള്ളത്തിൽ പോകരുത്. Which breed? Which category? Husky. Guys, നമ്മുടെ സൺസെറ്റ് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ സൺസെറ്റ് കാണാം. പരന്നു കിടക്കുന്ന നിരവധി പാറക്കെട്ടുകളുള്ള കറുത്ത പാറക്കെട്ടുകളുള്ള മനോഹരമായ ബീച്ച്.
സൂര്യാസ്തമയ സമയമായപ്പോഴത്തേക്കും ബീച്ചിൻ്റെ ഭംഗി ഇരട്ടിയോളം വർദ്ധിച്ചിരിക്കുന്നു. ഒപ്പം ശാന്തമായി ഒഴുകുന്ന തിരമാലകളും ഒപ്പം ആൾക്കാരുടെ ബഹളവും കുട്ടികളുടെ കളിച്ചിരികളും ബീച്ചിൻ്റെ മനോഹരമായ കളർ ചേഞ്ചും എല്ലാം വല്ലാത്തൊരു ഫീലാണ് നമുക്ക് തന്നുകൊണ്ടിരുന്നത്. രണ്ടുപേരും അങ്ങ് അർമാദിക്കുകയാണ്. ഇത് രണ്ടുപേരും ഇവിടെ അങ്ങ് ആസ്വദിക്കുകയാണ്. ജാനു ജാനു ഹായ് ഗായ്സ്, സൺസെറ്റ് ഇതാണ് വാഗത്തൂർ ബീച്ച് ഗൈസ്. ഗൈസ് ഇതാണ് ഞങ്ങളുടെ കൊച്ചുകുട്ടികൾ, ഞങ്ങളുടെ കൂടെ വന്ന കൊച്ചുകുട്ടികളുടെ പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. വെള്ളം കയറി കുഴി വന്നി സാഗറിന്റെ കാലേ വീഴുന്നു. ഞാനും ഉടുപ്പ്. ഈ കുട്ടികളൊക്കെ എന്താണാവും, ഈ കുട്ടികൾക്ക് എന്താണ് പ്രശ്നം എന്നുള്ളത് കണ്ടുപിടിക്കുന്നവർക്ക് പ്രത്യേക സമ്മാനം. ഇപ്പം ബാഗത്തൂർ ബീച്ചിൽ എന്താ പറയുക, സൺസെറ്റാണ്. സൺസെറ്റിൻ്റെ സമയത്തുള്ളൊരു വ്യൂ കണ്ടോ ഗൈസ്? അടിപൊളി വ്യൂസ്. നമുക്ക് കുട്ടികളെയൊക്കെ തന്നെ പേടിക്കാതെ നമുക്ക് വിടാൻ പറ്റും. ഒരു ദൂരം വരെയൊക്കെ നമുക്ക് അത്യാവശ്യം അധികം പേടി ഒന്നും വേണ്ട. അടിപൊളി സൗന്ദര്യമാണ് ബാഗത്തൂർ ബീച്ച്. ഗോവയിലെ എല്ലാ ബീച്ചും ഇങ്ങനെയൊക്കെ തന്നെയാണെന്നാണ് പറയുന്നത്. നല്ല പ്രകൃതി രമണീയവും മനോഹരവും അതേപോലെ ശാന്തവുമായ ബീച്ചാണ് ബാഗത്തൂർ ബീച്ച്. നല്ലൊരു സൺസെറ്റ് വ്യൂ, അടിപൊളി സൺസെറ്റ് വ്യൂ ആണ്. ഒരു പാരാഗ്ലൈഡിംഗ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഒരു സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്. ഗൈസ്, സൂര്യൻ അസ്തമിച്ചിരിക്കുന്നു. ആ ഒരു സ്റ്റേജിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞങ്ങൾ അപ്പോഴത്തേക്ക് ഫോട്ടോ സെക്ഷനൊക്കെ ഇവിടെ തുടങ്ങിക്കഴിഞ്ഞു. കൈക്കുമ്പിളിൽ സൂര്യൻ എത്തിക്കൊണ്ടുള്ള ഫോട്ടോ സെക്ഷനൊക്കെ ആയിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത്. അങ്ങനെ അസ്തമിച്ചു ഗൈസ്. അയ്യോ പോയി ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ തിരിച്ച് പോവുകയാണ്. പോകുന്ന വഴിയിൽ അടുത്ത അഞ്ജുന ബീച്ച്, ബാഗ ബീച്ചൊക്കെ ഉണ്ട്. പക്ഷേ അഞ്ജുന ബീച്ചിൽ നൈറ്റ് ലൈഫേ നമുക്ക് കാണാൻ കഴിയത്തുള്ളൂ. ഇപ്പം തന്നെ രാത്രിയായപ്പോൾ തന്നെ ഗോവ വേറൊരു സ്റ്റൈലിലേക്ക് മാറിക്കഴിഞ്ഞു. ഫുള്ള് ലൈറ്റ്നിങ്ങും ഒക്കെ ആയിട്ടുള്ളൊരു നൈറ്റ് ലൈഫ്. അത് ഞാൻ ഈ വീഡിയോയുടെ അവസാനം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കത് കാണാൻ കഴിയും. ഇത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ്. അടുത്ത നമ്മൾ ടാറ്റു സെൻറ്ററിലാണ് പോകുന്നത്. അവിടുത്തെ വിശേഷങ്ങളിലേക്ക് കടക്കാം. അടുത്തത് നമ്മളൊരു ടാറ്റു സെൻറ്ററിലാണ് വന്നിരിക്കുന്നത്. അഞ്ജുന ബീച്ചിലോട്ട് പോകുന്ന വഴിയിലാണോ. അപ്പോൾ ഇവിടെ വരുന്നപ്പോഴാണ് നൂബിക്ക് അനൂനും ഒക്കെ ടാറ്റു ചെയ്യണമെന്ന് പറഞ്ഞ്. ഇവിടെ പെർമനൻറ്റ് ടെമ്പററി ഉണ്ട്. ഇവർ രണ്ടുപേരും ടെമ്പററിയാണ് ചൂസ് ചെയ്തത്. ഇഞ്ച് വൈസാണ് അതിൻ്റെ റേറ്റ് പറയുന്നത്. നമുക്ക് കുറേ മോഡൽസ് കാണിച്ചിട്ടും അതിലിഷ്ടപ്പെട്ട നമുക്ക് ചൂസ് ചെയ്യാം. നൂബി ചൂസ് ചെയ്ത മോം ആൻഡ് ഡാഡ് ആയിരുന്നു. അപ്പം അവൾക്ക് അതെല്ലാം അളന്ന് കഴിഞ്ഞപ്പം 1800 എന്നാണ് പറഞ്ഞത്. 25 days ആണ് അത് ലാസ്റ്റ് ചെയ്യുന്നത്. ഇതാണ് അവളുടെ ഡിസൈൻ. പുള്ളി കന്നഡക്കാരനാണ്, ബേസിക്കലി കന്നഡയാണ്, പക്ഷേ ഇവിടെ വന്ന് സെറ്റിൽ ചെയ്തതാണ്. അപ്പം അത്യാവശ്യം കന്നഡയൊക്കെ പുള്ളിക്ക് അറിയാം. ಓ ಇದು ಇನ್ಫೆಕ್ಷನ್ ಏನು ಆಗಲ್ಲಲ್ವಾ? ಮೆಟೀರಿಯಲ್ ಎಲ್ಲ ಚೆನ್ನಾಗಿದೆ ಅಲ್ವಾ? ಇಲ್ಲ ಇಲ್ಲ ಇಲ್ಲ
ಸ್ಕಿನ್ ಒಳಗೆ ಹೋಗಂಗಿಲ್ಲ ಅಲ್ಲ, ಜಸ್ಟ್ ಸ್ಕಿನ್ ಮೇಲೆ ಇರುತ್ತೆ. ಓ, ಒಳಗಡೆ ಹೋಗಲ್ಲ. ಒಳಗಡೆ ಹೋಗಂಗಿಲ್ಲ. ಒಳಗಡೆ ಇದು ಹೋಗಿದೆ ಅಂದ್ರೆ ಪರ್ಮನೆಂಟ್ ಆಗತ್ತೆ. ಅದು ಒಳಗಡೆ ಹೋಗಿದೆ ಅಂದ್ರೆ ಪರ್ಮನೆಂಟ್ ಆಗುತ್ತೆ. ಪರ್ಮನೆಂಟ್. ಇದು ಜಸ್ಟ್ ಎಷ್ಟು ದಿನ ಇರ್ತೀವಿ? 6 months, 25 days. only 25 days. Yes. ഇത് 1800. ಸ್ವಲ್ಪ ಟೈಮ್ ಕೊಡಿ, ಅವರ ವಿಡಿಯೋ ಮಾಡಬೇಕು ಅಂತೆ. ಅಭಿ ಬನಾನೆ ಇನ್ನೂ ಆಗಿಲ್ಲ, ಇದು ಜಸ್ಟ್ ಪ್ರಿಂಟ್ ಔಟ್. ಓಕೆ ಓಕೆ. ಹೌ ಮೆನಿ ಮಿನಿಟ್ಸ್? ಎಷ್ಟು ಟೈಮ್ ಬೇಕು? 5 minutes ಆಗುತ್ತೆ ಮಾಡಕ್ಕೆ. ഓക്കെ ഓക്കെ. ഇനി എന്താ 5 നിമിഷം, 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ചെയ്യും അവര്. മോളെ അവരെ ഡിസ്റ്റർബ് ചെയ്യില്ല, തെറ്റും. തെറ്റിക്കരുത്, നശിപ്പിക്കരുത്. മഷി വെച്ച് എഴുതുമ്പോഴേ തെറ്റും. എന്റെ ഒരുപാട് കാലത്തെ ഒരു ആഗ്രഹമാണ്. കുഞ്ഞു 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 തട്ടല്ലേ, അങ്ങനെ നോബിയുടെ ഒരുപാട് കാലത്തെ ഒരു ആഗ്രഹമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. മോം ആൻഡ് ഡാഡ് എന്നാണ് നോബി ടാറ്റു ചെയ്യുന്നത്. ഇത് ടെമ്പററി ടാറ്റു ആണ്. പക്ഷെ ഞങ്ങളാരും അവളെ പെർമനൻറ്റ് ചെയ്യാൻ അങ്ങനെ പ്രൊമോട്ട് ചെയ്തില്ല. കുറച്ച് ലിമിറ്റേഷൻസ് ഉള്ളതുകൊണ്ട് ഇതിലൊതുങ്ങി. ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ബെല്ലി ഡാൻസിന് പോകുന്ന ഗേൾസാണ്. ഇത് ആഞ്ചന ബീച്ചിൽ നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ചകളാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ന്യൂബിയുടെ ടാറ്റുവിങ് എല്ലാം കഴിഞ്ഞു. ന്യൂബി ഇങ്ങനെ കൈയൊക്കെ ഉണക്കിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി എല്ലാവരും ഇങ്ങനെ ക്ഷമയോടെ കാത്തിരിക്കുകയാണ്. അപ്പോൾ അടുത്തത് അനുവിൻ്റെയാണ്. അനുവിനും ടാറ്റു ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അനുവിൻ ടെമ്പററി തന്നെയാണ് ചൂസ് ചെയ്തത്. ഓമിൻ്റെ ഒരു ഡിസൈനാണ് അനു ചൂസ് ചെയ്തത്. അപ്പോൾ പുള്ളി അതിൻ്റെ സ്കെച്ചെല്ലാം അവിടെ തയ്യാറാക്കി. അതിനുശേഷം ഫസ്റ്റ് അവരൊരു ഗം അപ്ലൈ ചെയ്യും. അതിന് ശേഷമാണ് ഒരു ട്രേസിങ് പോലെ ഒരു പേപ്പറാണ്, അതിനകത്തോട്ട് ട്രേസ് ചെയ്ത ആ ഒരു സ്കെച്ച് കയ്യിലേക്ക് നമ്മൾ ഫിക്സ് ചെയ്യും. ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ പതിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് അത് ലീവ് ചെയ്തതിന് ശേഷം പുള്ളി ഒരു മഷി കൊണ്ടുവന്നിട്ട് അതിങ്ങനെ ഫില്ല് ചെയ്തിട്ട് ആ ഡിസൈൻ കറക്റ്റായിട്ട് വരച്ചെടുക്കും. അങ്ങനെയാണ് ടെമ്പററി ചെയ്യുന്നത്. പെർമനൻ്റ് എങ്ങനെയാണെന്ന് അറിയത്തില്ല. അത് നീഡിലിൻ്റെയൊക്കെ യൂസേജ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ ചെയ്തത്, എല്ലാവരും അവിടെ ചെയ്തത് അപ്പോൾ ടെമ്പററി തന്നെ ആയിരുന്നു. അടിപൊളി ഡിസൈനായിരുന്നു അതിൻ്റെത്. കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഇതാണ് ഞങ്ങൾ അഞ്ജന ബീച്ചിലോട്ട് പോകുന്ന വഴിയിലുള്ള ടാറ്റു സ്റ്റുഡിയോ. ഇവിടെയാണ് ചെയ്തിരുന്നത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ബീച്ചിലോട്ട് പോയില്ല, കാര്യം ഒരുപാട് രാത്രിയായി. പിന്നെ അത്യാവശ്യം കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഞങ്ങളവിടെ ചെയ്തു. അതെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് ഇനി ഭക്ഷണം കഴിക്കാനായിട്ട് പോവുകയാണ്. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഭയങ്കര രസമുള്ള കുറേ കാഴ്ചകൾ കാണിച്ചു തരാം. നൈറ്റ് ലൈഫ് ഓഫ് ഗോവ കുറച്ച് കാണിച്ചു തരാം. രാത്രി ആയിക്കഴിഞ്ഞാൽ ഗോവ വേറെ ഒരു ലെവലാണ്. അത് ഞാൻ പറഞ്ഞു തരികയും കാണിച്ചു തരികയും ചെയ്യാം. ഇപ്പം ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് കയറുകയാണ്. ഒരു മലയാളി റെസ്റ്റോറൻറ്റ് തന്നെ ആയിരുന്നു. അവിടുന്ന് ഞങ്ങൾ പൊറോട്ടയും ബട്ടർ ചിക്കനും ഒക്കെയാണ് കഴിച്ചത്. അപ്പം ഭക്ഷണമൊക്കെ കഴിച്ചിട്ടായിരിക്കും ഞങ്ങളിനി തിരിച്ച് വീട്ടിലോട്ട് തന്നെയാണ് പോകുന്നത്. പക്ഷേ പോകുന്നതിൻ്റെ ഇടയിൽ ബാഗ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തിലൂടെ പോകുമ്പോഴുള്ള നൈറ്റ് വ്യൂ ഒക്കെ നമുക്ക് കണ്ടുകൊണ്ട് വീട്ടിലോട്ട് പോകാം. നമ്മളിത് നിൽക്കുന്നത് ബാഗ ബീച്ചിൻ്റെയൊക്കെ ആ സ്ഥലത്താണ്. ഇവിടെ ആക്ച്വലി ഒരു ടൗണാണ്. നമ്മളിവിടെയാണ് ഫുഡ് കഴിക്കാൻ നിർത്തിയിരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ ബാഗ ബീച്ച്. ബാഗയുടെ നൈറ്റ് വ്യൂ ആണ്. ഇവിടെ ആരും ഉറങ്ങുന്നില്ല. എല്ലാവരും ഇങ്ങനെ എന്തൊക്കെയോ ഞങ്ങളിങ്ങനെ ഇവിടുത്തെ ഈ ഹോട്ടലിലാണ് നൈറ്റ് ഡിന്നർ കഴിക്കാൻ വന്നത്.
എവിടെ? ഇനിയിപ്പം നമ്മൾ നമ്മുടെ താമസ സ്ഥലത്തേക്ക് പോകുന്നത്, അതായത് ഫ്ലാറ്റിലോട്ട് പോകുന്നത് ബാഗ വഴിയാണ്. അപ്പം ഇനി നമ്മൾ മുന്നോട്ട് കാണാൻ പോകുന്നത് മൊത്തം ബാഗയിലെ നൈറ്റ് ലൈഫാണ്. അവിടെ കുറേ ധാരാളം പബ്ബുകളുണ്ട്. അപ്പോൾ ഓരോ പബ്ബിലും വൈകുന്നേരങ്ങൾ രാത്രിയോടടുക്കുന്ന സമയത്ത് ആൾക്കാരെയൊക്കെ എങ്ങനെയാണ് ആകർഷിക്കുന്നതെന്നും അവരുടെ മ്യൂസിക്കും ഡാൻസും ഒക്കെ ഇട്ടുകൊണ്ട് പുറത്ത് ആൾക്കാരൊക്കെ നിന്ന് ഇങ്ങനെ നമ്മൾ വരുന്ന പിന്നെ ആൾക്കാരെയൊക്കെ തന്നെ, അതായത് ഫോറിനേഴ്സ് ആണെങ്കിലും ടൂറിസ്റ്റുകളെ എല്ലാവരും ആകർഷിക്കുകയാണ് പല രീതിയിൽ. അത് നമുക്ക് കാണാൻ കഴിയും. ലേഡീസിനെയൊക്കെ അവിടെ ഇങ്ങനെ ഒരുക്കിയൊക്കെ നിർത്തിയിട്ടുണ്ട്. അതേപോലെ എല്ലാ പബ്ബിലും ഗേൾസിനും എൻട്രി ഫ്രീ ആണ്, ബോയ്സിന് മാത്രമേ ഉള്ളൂ പേ. അപ്പം നമുക്കിനി മുന്നോട്ട് അതിന് പല പല രീതിയിലുള്ള പബ്ബുകളിലെ കാഴ്ചകളും കണ്ടുപോകാം. നല്ല വലുതായിട്ടൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല, എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ വീഡിയോസ് എടുത്തിട്ടുണ്ട്. നമുക്ക് ആ കാഴ്ചകളൊക്കെ കണ്ട് മുന്നോട്ട് പോകാം. മ്യൂസിക് ചിലപ്പോൾ എനിക്ക് നിങ്ങളിൽ എത്തിക്കാൻ കഴിയത്തില്ല, കാരണം കോപ്പിറൈറ്റ് ക്ലെയിം വരും. പക്ഷെ എന്നാലും ഞാനൊന്ന് ട്രൈ ചെയ്യുന്നുണ്ട്. അഥവാ കോപ്പിറൈറ്റ് ക്ലെയിം കിട്ടിയാൽ ഞാൻ ആ മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് മൊത്തം മാറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഗോവയിലെ നൈറ്റ് ലൈഫ്. ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ട് കാണുമെന്ന്. ഇനിയുമുണ്ട് നമ്മുടെ ഗോവൻ കാഴ്ചകൾ, അത് ഇനിയും 1-2 വീഡിയോസായിട്ട് ഞാൻ ഇടാം. സോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീണ്ടും ഞാൻ ആവശ്യപ്പെടുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ആരും കമൻറ്റ് ചെയ്യുന്നില്ല, എല്ലാവരും കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.